നമുക്കിന്ന് ഹെന്ന ഡിസൈൻസിൻ്റെ ഡേ 3 നോക്കിയാലോ. ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും സോറി പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാൾ ഈ ഡേ 3 ഇടാനായിട്ട് ഞാൻ താമസിച്ചത് എന്താണെന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല. എൻ്റെ കോളേജിൽ നോട്ട് എഴുത്ത്, അസൈൻമെൻറ്റ് എഴുത്ത്, സെമിനാർ അങ്ങനെയൊക്കെ നടന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ പുറകെ ആയിരുന്നു. അപ്പം ഇനി മുതൽ ഞാൻ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാനായിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. എന്നാലും ഫ്രീ കിട്ടുന്ന പോലെ ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ഇടാനായിട്ട് നോക്കാം കേട്ടോ. ഇന്ന് നമ്മൾ ഒരൊറ്റ ഡിസൈനാണ് പഠിക്കുന്നത്. ഞാൻ 2 ബോക്സ് വരച്ചിട്ടുണ്ട്, എന്നാലും ഞാൻ ഒരെണ്ണത്തിൽ മാത്രമേ ചെയ്യണുള്ളൂ. അതിൽ നമ്മൾ നേരത്തെ ഫസ്റ്റ് ഡേ 2ലും ഡേ 1ലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരൊറ്റ വരയായിട്ട് അങ്ങ് വരച്ച് വിടുക. അത് എനിക്കിവിടെ തെറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് അത്യാവശ്യം ഈ വീഡിയോയിൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് മടിയുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഡേ 2ൻ്റെ വീഡിയോ എടുത്ത് അതേ ദിവസം ഡേ 2ൻ്റെ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് തന്നെയാണ് ഞാനിത് ചെയ്തത്. അപ്പം അതുകൊണ്ട് അതിൻ്റേതായ ഒരു കൈവേനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മളിപ്പോൾ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ, പിന്നെ എല്ലാം പെർഫെക്ഷനായിട്ട് കിട്ടത്തില്ലല്ലോ. ഓക്കെ, അപ്പം കുത്തിട്ടിട്ട് ഞാനിത് വരയ്ക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ അത് കൊള്ളിച്ച് വരയ്ക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, എന്തായാലും നമ്മളിപ്പോൾ അത് വരച്ചിട്ടുണ്ട്. ഞാൻ ഒരു ബോക്സിലിപ്പോൾ 5 വരയാണ് ടോട്ടൽ വരച്ചിട്ടുള്ളത്. ഞാൻ ഇതിൽ കുത്തിട്ടിട്ടല്ല വരച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് അങ്ങ് വരയ്ക്കാം. ഇത് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഹാമ്പർ, ബോക്സ്, ഗിഫ്റ്റ് ബോക്സ് ഇതൊക്കെ വേണമെങ്കിൽ നമ്മൾ അഫോർഡബിൾ റേറ്റിൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ബോക്സസ് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിലൊരു നമ്പർ കൊടുത്തേക്കാം. ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. വിളിച്ചാൽ ചിലപ്പോൾ അവർക്ക് എടുക്കാൻ പറ്റിയെന്ന് വരുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ വാട്സപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോൾ ഏകദേശം ലൈൻസ് വരച്ച് തീരാറായിട്ടുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഞാൻ വരയ്ക്കുന്നതൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ട് വരില്ല. കാര്യം ഞാനും വരച്ച് പഠിക്കുന്നതേ ഉള്ളൂ. എൻ്റെ ഒപ്പം കൂടെ ഞാൻ എന്തൊക്കെയാണോ പഠിക്കുന്നത് അത് തന്നെ നിങ്ങളും പഠിക്കാമെന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ഈ വീഡിയോസ് ഇടുന്നത്. ഓക്കെ, ഇപ്പം ആ ഒരു സൈഡിൽ നമ്മൾ 6 ലൈൻസാണ് വരച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് നമ്മളുടെ ഡിസൈൻ എന്ന് പറയുന്നത്. അത് വേറൊന്നുമല്ല, നേരത്തെ നമ്മൾ ഡ്രോപ്സ് വരച്ച് കൊടുത്തിട്ടില്ലായിരുന്നോ, അതേ ഡ്രോപ്സ് തന്നെ മൊത്തം അങ്ങ് വരച്ചു കൊടുക്കലാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ ഡ്രോപ്സ് വരച്ചപ്പോൾ അത്ര കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒരു ഡോട്ട് ഇട്ടിട്ടാണല്ലോ നമ്മൾ ഡ്രോപ്സ് വരയ്ക്കുന്നത്. അതിൽ ആ പ്രഷർ കൊടുക്കുന്നത് പോലെ തന്നെ താഴത്തേക്കാണ് വരച്ച് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് പിന്നെ എനിക്ക് നോക്കിയപ്പോൾ കുറച്ച് പടർന്നിരിക്കണതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഇതെടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം കൂടെ പറയാനുണ്ട്. എൻ്റെ വീഡിയോ എടുത്ത് തരുന്ന അമ്മയാണ്. നമ്മൾക്കിവിടെ ഫോൺ സ്റ്റാൻഡോ ലൈറ്റോ അങ്ങനെ യാതൊന്നുമില്ല. അപ്പം ചെറുതായിട്ട് വീഡിയോ കുറച്ച് ഷെയ്ക്കൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഇനി ഞാൻ ഡ്രോപ്സ് വരയ്ക്കാനായിട്ട് കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു കോണിൽ 3 ഡോട്ട് ഇട്ടിട്ട് താഴത്തേക്ക് ആക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ 2 ഡോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇതേപോലെ 3 ഡോട്ട് വീതം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് താഴത്തേക്ക് വലിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നുകയും ചെയ്തായിരുന്നു. ഇത് കണക്ക് എല്ലാം മാക്സിമം നിങ്ങൾ ആ കോണിലെല്ലാം മുട്ടിക്കാനായിട്ട് നോക്കുക. എൻ്റെ ചിലതൊന്നും കോണിൻ്റെ ഉള്ളിൽ മുട്ടിയിട്ടില്ല. ഒരു കുത്ത് താഴത്തും ബാക്കി 2 കുത്ത് കുറച്ചകത്തിയിട്ട് മുകളിലുമായിട്ട് വേണം ഈ ഡോട്ട് വരയ്ക്കുമ്പോൾ ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇത് ഒരു മൂലയ്ക്ക് മാത്രമാണ് ഇതിട്ട് കൊടുക്കുന്നത്. അടുത്ത മൂലയ്ക്ക് നമ്മൾ ഇടുന്നുണ്ട്. നിങ്ങൾ ഈ ഫുൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടോട്ടൽ ലുക്ക് എന്താണെന്ന് മനസ്സിലാവും. ഈ ബോക്സസിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ഡിസൈൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഇതിനുള്ളിൽ ഈ മെഹന്തി വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. പിന്നെ എൻ്റെ ബോക്സസ് ഒന്നും അത്ര ക്ലീൻ ആൻഡ് ക്ലിയർ നീറ്റൊന്നും അല്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, ഞാനും നിങ്ങളെപ്പോലെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇംപെർഫെക്ഷൻ ഇപ്പോൾ ഉണ്ട് എന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ട. അത് വരച്ച് റെഡിയാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പെർഫെക്റ്റ് ആയിക്കോളും. അത് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ചില സ്ഥലത്തൊക്കെ ഞാൻ ഒരു ഡ്രോപ്പ് മാത്രമാണ് വരയ്ക്കുന്നത്. കാര്യം അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിപ്പോൾ കാണുമ്പോഴേ മനസ്സിലാവും എൻ്റെ ബോക്സസ് ഒന്നും കറക്റ്റ് അല്ല. കുറച്ച് വീതിയുള്ളതും കുറച്ച് വീതി കുറവുള്ളതും അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. ഓക്കെ,
ഇനി അതിൻ്റെ മുകളിലത്തെ കോണിലും സൈഡിലത്തെ കോണിലും എല്ലാം ഞാനിതിങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതേ സെയിം സാധനം തന്നെയാണ് വരയ്ക്കുന്നത്. 3 കുത്തിടുക, താഴത്തേക്ക് ആക്കുക, 1 കുത്ത് ഇറക്കി ഇടുക, 2 കുത്ത് മുകളിലാക്കി ഇടുക. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ആക്ച്വലി ഇതാണ് എനിക്ക് ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അത് തന്നെ ചെയ്യുക കേട്ടോ. പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന അതേ കാര്യം തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റാണ്ടിരിക്കട്ടെ. നിങ്ങൾ ഇതേപോലെ പഠിക്കുന്ന ആൾക്കാർ മെഹന്തി വാങ്ങുവാണെങ്കിൽ ദയവ് ചെയ്ത് പേസ്റ്റ് മൈലാഞ്ചി വാങ്ങാണ്ടിരിക്കുക. കാര്യം വേറൊന്നും കൊണ്ടല്ല, എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം ഞാൻ അത്രയും പ്രഷർ കൊടുത്തിട്ടാണ് വരുവാണെങ്കിലും ചില സമയത്ത് ഭയങ്കരമായിട്ട് ഓവറായിട്ടൊക്കെ വരുമൊക്കെ ചെയ്യും. അത് ഹോളിൻ്റെ കുഴപ്പമാണ്. നിങ്ങൾ വാങ്ങിയിട്ട് ഹോളിടുമ്പോഴും അത് അത്യാവശ്യം കുറച്ച് ചെറിയ രീതിയിലൊക്കെ ഇടാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ ഞാൻ ഈ പെൻ വെച്ച് വരച്ചേക്കുന്ന സാധനം, ഇത് ഞാൻ ഈ കാര്യം ഇതിൽ മറന്നു പോയിട്ടുണ്ട്. പെൻ വെച്ചിട്ട് വരച്ച ബോക്സിൻ്റെ ഉള്ളിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങളിത് വരച്ച് കഴിയുമ്പം ആ പെന്നിൻ്റെ ആ ഒരു മഷി ഒന്ന് കവർ ചെയ്യാനായിട്ട് മെഹന്തി വെച്ചിട്ട് ആ ലൈൻസിലൂടെ വരയ്ക്കുക. പിന്നെ മാക്സിമം നമ്മളുടെ കയ്യിൽ പറ്റാണ്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഞാനിവിടെ കൈ പറ്റരുതേ എന്നൊക്കെ ഓർക്കുന്നുണ്ടെങ്കിലും പക്ഷെ നടക്കത്തില്ല. എങ്ങനെയാണെങ്കിലും അത് പറ്റും. കാര്യം വേറൊന്നുമല്ല, ഞാനും പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ പഠിച്ചു വരുവാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ പറ്റുന്നുണ്ടാവും. ഓക്കെ, അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. മാക്സിമം എന്നെ പോലെ മടി പിടിച്ച് കാണിക്കാണ്ട് ഒന്ന് ഇത്തിരി ശ്രദ്ധിച്ചൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. മാക്സിമം പറ്റിക്കാണ്ടിരിക്കാൻ നോക്കുക. പഠിച്ച് വരുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും പറ്റും. കാരണം എൻ്റെ കയ്യിൽ പറ്റിയിട്ട് ആ പേപ്പറിലൊക്കെ പറ്റുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളെന്തായാലും വരയ്ക്കുമ്പോൾ ഒന്ന് മാക്സിമം ശ്രദ്ധിക്കുക. പറ്റിയാലും കുഴപ്പമൊന്നുമില്ല, വേറെ ആരും കാണുന്നില്ലല്ലോ, നമ്മൾ മാത്രമേ കാണുന്നുള്ളൂ. അപ്പം ഇനി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അടുത്ത് ഇടാൻ പോകുന്നത് ഒരു ഹെയർ ഗ്രോത്തിൻ്റെ ഒരു വീഡിയോ ആണ്. അതായത് എനിക്ക് ഇപ്പോൾ ഉള്ള മുടി വെച്ചിട്ട് ഇനി ഞാൻ കണ്ടിന്യൂസ് ആയിട്ടൊരു 1 ഇയർ കണ്ടിന്യൂസ് ആ ഒരു വീഡിയോ ഇടും. അതിൽ ഞാൻ എൻ്റെ തലയിൽ എന്തൊക്കെയാണ് തേക്കുന്നത്, ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ എന്തായാലും ഉടനെ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് വരുന്നുണ്ടായിരിക്കും. മെഹന്തിയുടെ കാര്യമെടുത്ത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട, അത് ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ഹെയർ ഗ്രോത്തിൻ്റെ വീഡിയോസും നിങ്ങളെല്ലാവരും ഒന്ന് കയറി കാണാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം നമ്മളുടെ ഡിസൈൻസ് ഒന്ന് നോക്കിക്കേ. ഏകദേശം ഞാൻ തീരാറായിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം എന്ന് പറയുന്നത്. ഞാൻ ആദ്യം വരച്ച ആ ഡ്രോപ്സ് നിങ്ങളൊന്ന് നോക്കിക്കേ, അതെല്ലാം കൂടെ ഒന്നിച്ചായിരിക്കുന്നത് കണ്ടോ. ഇതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ബോക്സ് വരയ്ക്കുമ്പോൾ കുറച്ച് അകത്ത് വരയ്ക്കുകയാണെങ്കിൽ കുറച്ച് ഭംഗിയിലൊക്കെ നിൽക്കും കേട്ടോ. അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഏകദേശം ഞാനിപ്പോൾ ഒരു പകുതി ഇത് വരച്ച് തീരാറായിട്ടുണ്ട്. ഇതങ്ങ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് സ്കിപ്പ് ചെയ്ത് കളയാണ്ട് കാണാനായിട്ട് ഇരിക്കുക കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന്. ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ തല തിരിച്ചൊക്കെ വരയ്ക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, നമ്മൾ ഈ ഫോണിൽ കൂടെ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നേ. അതിനിപ്പം ഞാൻ വരച്ചുകൊണ്ടാണോ ഇനി അതിൻ്റെ ഭംഗി കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഒട്ടുമിക്ക ഇതിലും ഞാൻ ഈ ഡ്രോപ്സാണ് വരയ്ക്കുന്നത്. അടുത്ത് തന്നെ ഞാൻ ആ ഡ്രോപ്സ് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഒരു ഡിസൈനായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഏകദേശം ഞാൻ കഴിയാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫില്ല് ചെയ്യാൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഞാനൊന്ന് ഫില്ല് ചെയ്തും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഉണ്ട്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.